പേരെന്താണ്? രശ്മി ദേവി. ഇവിടെ എന്താണ് പ്രവർത്തിക്കുന്നത്? ഇതിനു മുൻപ് 2000-2005 കാലയളവിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ഇപ്പം ചെറിയ കവിതയുടെ അസഹ്യതയൊക്കെ ഉണ്ട്. അസ്കിതയുണ്ട്. അസ്ഹ്യതയുണ്ട്. ഒരു കവിത ഉണ്ടോ? സ്വന്തം കവിത ഉണ്ട്. കവിതയുണ്ട്. നമ്മുടെ സ്മിത ചേച്ചിയുടെ ഒക്കെ സുഹൃത്തായിട്ട് വരും. കവിതയുടെ അസുഖമുള്ള അതെ അതെ അതെ. നമുക്കൊരു കവിത കേട്ടാലോ? നല്ലത് അല്ലേ? സ്വന്തം ലഹരിക്കെതിരായി സ്വന്തം കവിത. ഒരു കവിത കുറച്ചു നാളിന് മുമ്പ് എഴുതിയതാ. ഓക്കെ, നമുക്ക് കുറച്ച് വരികൾ നമുക്ക് കേൾക്കാം. ചേത്താന്റെയും കൂടി നാട്ടിൽ എന്നാണ് കവിതയുടെ പേര്. ആഴക്കടൽ താണ്ടി എത്തുന്നു യാനങ്ങൾ ന്യൂനമർദ്ദം പോലെ, പല വഴി ചുറ്റി എത്തുന്നു ലഹരിയുടെ പക്ഷികൾ. കഥയറിയാത്തവർ പാപം കുരുന്നുകൾ, ആരോ നയിക്കുമ്പോൾ അണിനിരക്കുന്നവർ, പേക്കോലം പോലെ ഉരുകി മാറുന്നവർ, വേണ്ടുന്നതൊക്കെയും തള്ളിക്കളഞ്ഞവർ, വേണ്ടാത്ത വഴിയെ പറന്നു പോകുന്നവർ. ഒരു നാടു കുരുതിക്കളം, അവിടെ പഴങ്കഥപ്പാട്ടുകൾ പാടുന്നു പാട്ടുകാർ. ജാതി മതക്കയർ കെട്ടിമുറുക്കുന്നു ലഹരിയുടെ വഴികളിൽ രണ്ടു തരം മാത്രം. ലഹരി വഹിക്കുന്ന ദുഷ്ടച്ചെകുത്താനും ലഹരി നുകരുന്ന ഇടയനില്ലാത്താടും. ജാതി മരങ്ങൾക്കു വളമിടുന്നോരെ കാണുക കാണുക യുവതയുടെ പുതുപദം. വഴിതെറ്റി അലയുന്ന യുവതയ്ക്കു വേണ്ടി മഷിമുക്കി എഴുതാം പുതിയ കാവ്യങ്ങൾ. അരുതേ ലഹരിയുടെ അന്തമാം പാതകൾ. അതെ അതെ അതെ. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഈ ക്യാമ്പയിൻ തുടങ്ങുന്നത് നല്ലൊരു സാർത്ഥകമായ രീതിയിലാണ്. തീർച്ചയായിട്ടും.